പതറാതെ പിറ്റേന്ന് സുന്നത്തമായത്തിന്റെ പ്രസംഗവുമായി, സുന്നത്തമായത്തിന്റെ പ്രവർത്തനവുമായി, സുന്നത്തമായത്തിന്റെ സ്ഥാപനങ്ങൾ നിർമ്മിക്കലുമായി, സുന്നത്തമായത്തിന്റെ പള്ളി ഉണ്ടാക്കുന്ന തുടങ്ങിയ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. ആർക്കും ഇന്നേ വരെ അദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ മരണം വരെ തടഞ്ഞു നിർത്താൻ കഴിയുമില്ല. അതാണ് ഭൂതിയെങ്കിൽ നിങ്ങൾക്ക് പരിപാടി അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. മറ്റാരെങ്കിലും നോക്കുന്നതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഉത്തമം. അദ്ദേഹത്തിന് മുമ്പിൽ അത് വിലപ്പോകില്ല. അദ്ദേഹം രംഗത്ത് പ്രവർത്തനം തുടങ്ങിയ മുതൽ നേരത്തെ സൂചിപ്പിച്ചു അരിക്കാട് പള്ളി പ്രശ്നം കൊടുത്ത മനുഷ്യൻ ഞാനത് അരീക്കാട് പള്ളിക്ക് മാത്രമല്ല വേറെ 25ഓളം പള്ളിക്ക് കൊടുത്തതാന്ന് പറഞ്ഞാലും നിങ്ങൾ പറയുന്നു അല്ല അത് അരീക്കാട് പള്ളിക്ക് മാത്രമാണ്. എന്ത് പറയാനാ? സാധാരണ രീതിയിൽ കൊടുത്ത വ്യക്തി പറയുന്നു ഞാൻ കൊടുത്തത് 25 പള്ളിക്കാണ്. ഉസ്താദിന്റെ കയ്യിൽ കാശ് ഏൽപ്പിച്ച മുക്കിന് പറയുന്നു ഞാൻ കൊടുത്തത് 25 പള്ളിക്കാണ്. നിങ്ങൾ പറഞ്ഞു അല്ല. എന്തു പറയാനാ? ഇതിനെന്ത് മാർഗമാണുള്ളത്? ഈ രൂപത്തിൽ ആരോപണങ്ങൾ അങ്ങേരോട് ഇന്നും അത് നിലനിൽക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണം. ഈ ആരോപണങ്ങൾ നിന്നിട്ട് പ്രവർത്തിക്കാൻ ഒരാൾക്ക് കഴിയില്ല. ഖുലഫാഉൽ അർബഅത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ അഫ്ഫാൻ മുവഹ്ഹിദാണെന്നോ മഹാനാണെന്നോ സ്വർഗത്തിന്റെ അവകാശിയാണെന്നോ മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ല. ആ ഉസ്മാൻ അഫ്ഫാൻ പായയിൽ കിടന്ന് മരിച്ചിട്ടില്ല. നിങ്ങൾ ചിന്തിക്കണം. ആരോപണങ്ങൾ ഉന്നയിച്ചു അദ്ദേഹത്തിന്റെ പേരിൽ. കള്ളു കുടിക്കുമെന്ന് വരെ അദ്ദേഹത്തിന്റെ സ്വന്തം ആളുകളെ പറ്റി അദ്ദേഹത്തെ പറ്റി ആരോപണം ഉന്നയിച്ചു. അതിന്റെ പേരിൽ ഉസ്മാൻ അഫ്ഫാൻ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് തുടങ്ങിയിട്ട് നിരന്തരമായ ആരോപണങ്ങൾ. അവസാനം എന്ത് സംഭവിച്ചു? ബഹുമാനപ്പെട്ട ഉസ്മാൻ അഫ്ഫാൻ അല്ലാഹു തആല കൊല ചെയ്തു. ഈജിപ്തിൽ നിന്ന് കയറി വന്ന ഏതാനും ചില ചെറുപ്പക്കാർ മദീനത്ത് വന്ന് താമസിച്ച് ഉസ്മാൻ അഫ്ഫാനെ വീട്ടുതടങ്കലിൽ വെച്ചു. ഉസ്മാൻ അഫ്ഫാൻ അല്ലാഹു തആല 40 ദിവസം വീട്ടിന്റെ ഉള്ളിൽ സുന്നത്ത് നോമ്പും ഖുർആൻ പാരായണവുമായും ജീവിച്ചു. പുറത്തിറങ്ങാൻ ശത്രുക്കൾ സമ്മതിച്ചിട്ടില്ല. ഈ ചരിത്രം നമുക്കറിയാം. ആരോപണങ്ങളിൽ കൊണ്ട് പിന്മാറുകയല്ല. ഉസ്മാൻ അഫ്ഫാൻ നിരന്തരമായി മുന്നേറി അവസാനം നോമ്പ് തുറക്കുന്ന സമയത്ത് ഉസ്മാൻ അഫ്ഫാൻ അല്ലാഹു തആല സുന്നത്ത് നോമ്പ് നോക്കിയിരിക്കുകയാണ്. ആ ഉസ്മാൻ അഫ്ഫാന് നോമ്പ് തുറക്കാൻ ആവശ്യമായ ഒരു കപ്പ് വെള്ളം ആ കിണറ്റിൽ നിന്ന് നിങ്ങൾ നൽകണമെന്ന് വീട്ടിന്റെ ചുറ്റുഭാഗത്ത് ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ശത്രുക്കളോട് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ നായില റളിയല്ലാഹു തആല അൻഹ ആവശ്യപ്പെട്ടു. നിങ്ങൾ ആലോചിച്ചോ, ശത്രുക്കൾ പറഞ്ഞു നൽകില്ല, ചെലവെള്ളം വേണമെങ്കിൽ കുടിക്കാം, ഈ വെള്ളം കിട്ടില്ല. നായില റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു ആ കിണർ ആരുടേതാ നിങ്ങൾക്കറിയോ? ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് നല്ല വെള്ളമില്ലാത്തൊരു കാലഘട്ടത്തിൽ നല്ല വെള്ളമുള്ളതൊരു ജൂതന്റെ കിണറിലാണ്, ജൂതന്റെ കൈവശമാണ്. ആ ജൂതനോടെ കിണറ് വിലക്ക് വാങ്ങാൻ ആർക്ക് കഴിയും? മഹാനായ പ്രവാചകൻ മദീനത്തെ പള്ളിയിൽ വെച്ച് പ്രസവിച്ചു. ബഹുമാനപ്പെട്ട ഉസ്മാൻ അഫ്ഫാൻ ആ സെക്കൻഡിൽ അവിടെ എഴുന്നേറ്റ് ജൂതന്റെ സമീപത്ത് ചെന്ന് ജൂതനോട് ഉസ്മാൻ അഫ്ഫാൻ ആ കിണർ വിലക്ക് ചോദിച്ചു. നല്ലൊരു സന്ദർഭമെന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ആ ജൂതന്റെ ഏറ്റവും വലിയൊരു സംഖ്യ കിണറിന് വില പറഞ്ഞു. ഒരു ദിർഹം പോലും കുറയ്ക്കാതെ ജൂതൻ പറഞ്ഞ അതേ വിലക്ക് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കിണർ കച്ചവടം ചെയ്തു. ആരംഭ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞു വഖഫ്തു ഫീ സബീലില്ലാഹ്, ഈ കിണർ ഞാൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വഖഫ് ചെയ്തിരിക്കുന്നു. ഉസ്മാനോ കുടുംബത്തിനോ ഇതിൽ യാതൊരു പ്രത്യേകതയും ഇല്ല. ആ കിണറാണ് കാണുന്നത്. ആ കിണറിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി, സിദ്ദീഖ് വഫാത്തായി, ഉമർ ഫാറൂഖ് വഫാത്തായി, ഉസ്മാൻ അഫ്ഫാൻ ഭരണം നടത്തുന്ന അവസാന കാലഘട്ടം. ആ കിണറിൽ നിന്നൊരു കോപ്പ വെള്ളം ചോദിച്ചപ്പോൾ ശത്രുക്കൾ നൽകിയിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോക ചരിത്രമതാ. നിങ്ങൾ ചിന്തിക്കണം, ഇസ്ലാമിന് വേണ്ടി കഴിഞ്ഞ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച മഹാന്മാരുടെ അനുഭവമാണ്. പക്ഷേ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചു. ഇബ്നു കസീറിന്റെ അൽ ബിദായ പരിശോധിച്ചു നോക്ക് നിങ്ങൾ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
റൗദ ശരീഫിന്റെ ഉള്ളിൽ 25 വർഷത്തിലധികമായി അല്ലാഹു റസൂൽ വഫാത്തായിട്ട് ആ റസൂലുള്ള ഖബർ പൊട്ടി. റൗദ ശരീഫിന്റെ ഉള്ളിൽ ഖബർ പൊട്ടി. അല്ലാഹു റസൂലിന്റെ കൈ പുറത്തേക്ക് വന്നു. ആ കൈത്തോമ്പിൽ ഒരു കോപ്പ വെള്ളം അത് ഉസ്മാന് അഫ്ഫാന് നൽകി. ആ വെള്ളം കുടിച്ചുകൊണ്ട് ഉസ്മാന് അഫ്ഫാൻ അല്ലാഹു തആല നോമ്പ് തുറന്നു. ഇതാണ് ചരിത്രം. സഹീഹായ റിപ്പോർട്ടിലൂടെ അൽബിദായിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തി. നമ്മുടെ മുജാഹിദ് പോലും അവരെ ശവാബിൽ ഈ സംഭവം ഒരു പ്രാവശ്യം എഴുതിയിരുന്നു. മൗലവിമാര് കണ്ടപ്പോൾ അത് തിരുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ അതിനെപ്പറ്റി പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിന് വേണ്ടി നിരന്തരമായി പ്രവർത്തിച്ച ഏത് ആളുകളും ഇവിടെ പിടികൂടപ്പെട്ടിട്ടുണ്ട്. അവരെപ്പറ്റി ആരോപണങ്ങൾ മാത്രമല്ല, കൊല വരെ നടത്തിയ ചരിത്രമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് എന്റെ പ്രവർത്തകന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആരോപണങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കും. ഒരു പ്രാവശ്യം ആരോപിച്ചിട്ട് പ്രയോജനമില്ലെങ്കിൽ പിന്നെയും ആരോപിക്കും, പിന്നെയും പ്രസംഗിക്കും, പിന്നെയും എഴുതും. അങ്ങനെ ആരോപണങ്ങളെ കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ, അതിന്റെ നേതാക്കന്മാരെ ഇരുത്തിക്കളയാമെന്നാണ് ഇവിടെ വ്യാമോഹം. പക്ഷേ അല്ലാഹു തആലയുടെ സഹായം കൊണ്ട്, അസ്റഫുൽ ഹഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായം കൊണ്ട്, മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ആർക്കും അത് തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്നതാണ് വസ്തുത. അല്ലാഹു സുബ്ഹാനഹു വ തആല നീണ്ട കാലം ദീൻ ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്ത് ആരോപണങ്ങൾ വന്നാലും ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ മുഖത്തൊന്നും പുഞ്ചിരി മാറുന്നില്ല. അദ്ദേഹത്തെ ഇരുത്തിക്കളഞ്ഞാൽ, അദ്ദേഹത്തെ തെറ്റ് ചെയ്താൽ സമസ്തയും മർക്കസും എസ്വൈഎസും സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നിർത്തിക്കളയാമെന്ന് ഇവരെ ശത്രുക്കൾക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ അത് സാധ്യമല്ല. അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ അല്ലാഹു തആല കണക്കാക്കിയ വഫാത്ത് മരണം വരുന്നവരെ അദ്ദേഹം പ്രവർത്തിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നമ്മുടെ ലക്ഷ്യം സമസ്തകയിൽ ജംഇയ്യത്തുൽ ഉലമ എന്തിന് രൂപീകൃതമായിട്ടുണ്ടോ ഇവിടെ പഴച്ച കക്ഷികൾ, നൂരിഷ എന്ന പേരിൽ ഒരാൾ വന്നു, തെറ്റായ തരീഖത്തുമായി പ്രചരണം നടത്തി. പക്ഷേ ചിലരൊക്കെ അതിൽ നേർത്തപ്പെട്ടിരുന്നു. പിന്നീടാണ് വസ്തുത മനസ്സിലായത്. സമസ്തകയുടെ ജംഇയ്യത്തുൽ ഉലമ 1974 മുസാബർ കൂടി പാലക്കാട് ജന്നത്തുൽ ഉലൂം അറബിക് കോളേജിൽ മഹാനായ ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ സ്ഥാപനമാണ് സ്ഥാപനം. അവിടെ വെച്ച് സമ്മേളനം മുസാബർ കൂടി. അതിന് മുമ്പ് കൂടി കോഴിക്കോട് വെച്ച നീണ്ട ആലോചനയ്ക്ക് ശേഷം വ്യക്തമായി പഠിച്ചതിന് ശേഷം ആ തരീഖത്ത് തെറ്റാണെന്ന് സമസ്തകയുടെ ജംഇയ്യത്തുൽ ഉലമ പ്രഖ്യാപിച്ചു. കേരളത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങളും അംഗീകരിച്ചു. ഖാദിയാനികള് കുഫ്രിയത്തിന്റെ ആളുകളാണ്, ഇസ്ലാമിൽ പുറത്താണ് സമസ്തകയുടെ ജംഇയ്യത്തുൽ ഉലമ തീരുമാനിച്ചു. മുസ്ലിമീങ്ങൾ കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവനുള്ള മുസ്ലിമീങ്ങൾ അത് അംഗീകരിച്ചു. തബ്ലീഗുകാരൻ ഇസ്ലാമിന്റെ തനതായ ആശയത്തിന് എതിരാണെന്ന് സമസ്തകയുടെ ജംഇയ്യത്തുൽ ഉലമ തീരുമാനിച്ചു. മുസ്ലിമീങ്ങൾ അത് സ്വീകരിച്ചു. അങ്ങനെ പിഴച്ച ഏത് കക്ഷികൾ രംഗത്ത് വന്നാലും ആ കക്ഷികളെ തനി നിറം കാട്ടിക്കൊടുക്കുന്ന അനുഭവവും പ്രവർത്തനവുമാണ് സമസ്തകയുടെ ജംഇയ്യത്തുൽ ഉലമ നേരത്തെ ഈ ലോകത്ത് നടത്തിയിട്ടുള്ളത്. തെറ്റായ ആശയങ്ങൾ ഇവിടെ ആര് പ്രചരിപ്പിച്ചാലും അതിന്റെ വാദപ്രതിവാദം നടത്താനും കണ്ണപ്രസംഗം നടത്താനും പ്രസിദ്ധീകരണങ്ങൾ ഇറക്കാനും അതിന്റെ ശക്തമത്തായി പ്രവർത്തിക്കാനും കോടതി കയറാനും സമസ്തകയുടെ ജംഇയ്യത്തുൽ ഉലമ നമ്മളെ പഠിപ്പിച്ചു. മഹാനായ കെ. ഹസൻ മുസ്ലിയാരടക്കമുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരായ രംഗത്ത് ശക്തമത്തായി പ്രവർത്തിച്ചു. ആ പ്രവർത്തനം സ്വീകരിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തില്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രചരണത്തില് നാമും മുന്നേറണമെന്നും നമ്മുടെ നേതാക്കൾക്ക് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നേതൃത്വം നൽകുന്ന മഹാന്മാരായ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും നേതാക്കന്മാർക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്ത് മനക്കരുത്തോടെ അവർക്ക് മുന്നോട്ട് പ്രവർത്തിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്ത് നമ്മൾ മഹാന്മാരെ പിന്നിൽ അണിനിരക്കണമെന്നോ ഇത്തരം ചെറുപ്പാട്ടുകളോ ഇത്തരം തോന്നിവാസങ്ങളോ അല്ലെങ്കിൽ ഇതുപോലത്തെ വളരെ വൃത്തികെട്ട സംസാരങ്ങളിലോ നമ്മൾ പെട്ടുപോകാൻ പാടില്ലെന്നും അങ്ങനെ മാത്രം സംസാരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഒരു അക്ഷരം പോലും ലക്ഷക്കണക്കിനോ ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ രൂപ ചെലവഴിച്ച് സമ്മേളനം നടത്തിയിട്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഒരു ഹർഫ് പോലും മൊഴിയാടാതെ കേവലം തൊറി പറയാനും
ആക്ഷേപിക്കാനും ചീത്ത വിളിക്കാനും സമസ്തയുടെ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നവരുടെ വഞ്ചനയിൽ പെട്ടുപോകരുതെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. റഹ്മാനായ റബ്ബ് സത്യം സത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്ക് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ അവകാശം ആർക്കാണ് എന്ന് വിശദീകരിക്കാൻ അടുത്തതായി അഡ്വക്കേറ്റ് ഇസ്മായിൽ വഫ സാഹിബ് നിങ്ങളോട്